പുതിയൊരു വിവരം പൗരത്വ ഭേദഗതി വിഷയത്തിൽ CPM കോഴിക്കോട് ഒരു പരിപാടി സംഘടിപ്പിക്കുന്നുണ്ട്. ഭരണഘടനാ സംരക്ഷണ സമിതി നേരത്തെ സിവിൽ കോഡിലൊക്കെ അതുപോലെ സംഘടിപ്പിച്ചു. അപ്പോൾ സംയുക്തമായൊരു പരിപാടിയിലേക്ക് മുസ്ലിം ലീഗിനെ ക്ഷണിച്ചു കഴിഞ്ഞാൽ അല്ല, അതെല്ലാം ആവശ്യമില്ലാത്ത സംഗതികളാണ്. നിങ്ങൾക്ക് തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് വേണ്ടതൊരു വാർത്തയാണ്. ഞങ്ങൾ ആവശ്യമില്ലാത്ത വാർത്തയിലേക്ക് ഞങ്ങൾ കയറാൻ ഉദ്ദേശിക്കുന്നില്ല. അങ്ങനെയല്ല അതിൽ മതേതരത്വം മറ്റേ അല്ല. നിങ്ങൾക്കറിയാം ഇതിൽ ചെയ്യേണ്ട കാര്യത്തിൽ ചെയ്യേണ്ട കാര്യം എന്താണ്? ഒന്ന്, ഇത് കൊണ്ടുവന്ന നിയമനിർമ്മാണ സഭയിൽ അതിന് ഒബ്ജക്റ്റ് ചെയ്യാം. 2, കോടതിയിൽ ഒബ്ജക്റ്റ് ചെയ്യാം. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ കോടതിയിൽ ആദ്യമായിട്ട് തന്നെ ഇതിനെതിരായിട്ട് ഹർജി കൊടുത്ത പാർട്ടിയിൽപ്പെട്ട ആൾ. മാത്രമല്ല, ഇപ്പോൾ ഈ നോട്ടിഫിക്കേഷൻ വന്നില്ലേ, നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ ആദ്യം അതിനെ ക്വസ്റ്റ്യൻ ചെയ്തതാണ്. ഇവർ ഈ പറയുന്നതെല്ലാം തന്നെ വ്യാജമായ കഥകളാണ്. നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ഇത്തരം പരിപാടികളും പ്രഹസനങ്ങൾ CPMൻ്റെ പ്രദർശനാത്മകത എല്ലായിടത്തും ഉണ്ട്. അത് ഇക്കാര്യത്തിൽ ഞങ്ങൾ പറഞ്ഞതെന്ന് വെച്ചാൽ ആരാവട്ടെ, CAൻ്റെ കാര്യത്തിൽ എല്ലാവരും നിങ്ങൾ കണ്ടു. കഴിഞ്ഞ പ്രാവശ്യം CAൻ്റെ കാര്യത്തിൽ എങ്ങനെ ജനങ്ങൾ വന്നത്? രാഷ്ട്രീയമൊന്നും ഇല്ലാത്തവർ പോലും അണിനിരന്നു. ഇന്ത്യക്ക് സ്വാതന്ത്ര്യ സമരത്തിൻ്റെ കാലത്താണ് മഹാത്മാഗാന്ധിൻ്റെ ആഹ്വാനപ്രകാരം വിദ്യാർത്ഥികൾ സമരരംഗത്തേക്ക് ഇറങ്ങിയത്. അതിനുശേഷം പുതിയ തലമുറ ഏറ്റവും അധികം പ്രക്ഷോഭ സമരത്തിലേക്ക് വന്നത് എവിടെയായിരുന്നു? ഡൽഹി പോലുള്ള സ്ഥലങ്ങളിലായിരുന്നു, യൂണിവേഴ്സിറ്റി സ്റ്റുഡൻ്റായിരുന്നു. അപ്പോൾ അതിൽ കക്ഷി രാഷ്ട്രീയമില്ലാത്തൊരു മൂവ്മെൻറ്റാണ് ഇതിന് വേണ്ടത്. ഉള്ള കക്ഷികളും കൂടണം, അല്ലാത്തവരും കൂടണം. അതാണ് ആവശ്യം. കാരണം ഇന്ത്യയെ ബാധിക്കുന്ന മൗലികമായ പ്രശ്നമാണ്. മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യാൻ പാടില്ല? പൗരത്വം കൊടുക്കാൻ പാടില്ല. ഭരണഘടനാ വയലേഷനാണ്. അപ്പോൾ ആ സാഹചര്യത്തിൽ ആര് കൂടിയാണ്, ഇപ്പോൾ CPM ആവട്ടെ വേറെ ആരാവട്ടെ, എല്ലാവരും ഇതിനെ എതിർക്കേണ്ട കാര്യമാണ്. യാതൊരു സംശയമില്ല. ആ ഒരു ചടങ്ങിലേക്ക് പോകും. നിങ്ങൾ വാർത്ത ഉണ്ടാക്കാൻ എന്നോട് ചോദിച്ചിട്ട് നിങ്ങൾക്കൊരു മെറ്റീരിയൽ തരാൻ എനിക്ക് പറ്റില്ല. താങ്ക് യു വെരി മച്ച്. തീർച്ചയായും അത് തന്നെയാണ്. ഈ ഒരു ഘട്ടത്തിൽ പൗരത്വ ഭേദഗതി ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ സജീവമായി ആ രീതിയിൽ പ്രവർത്തിക്കുന്ന മുസ്ലിം ലീഗ് ആണ് തന്നെയാണ് ദേശീയ ഓർഗനൈസിംഗ് സെക്രട്ടറിയും മലപ്പുറത്തെ UDF സ്ഥാനാർത്ഥി കൂടിയായ ET മുഹമ്മദ് ബഷീർ റിപ്പോർട്ടർ TV യോട് പ്രതികരിക്കുന്നത്. വിജിത്തൂർ കടവിനൊപ്പം റിപ്പോർട്ടർ മുബഷർ പി അക്ബർ, ഇൻ റിപ്പോർട്ടർ മലപ്പുറം.